പാണ്ഡ്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വീണ്ടും ഒരു ഗാന്ധി ജയന്തി ദിനം കടന്നു വരികയാണ്. അഹിംസാ മാർഗത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ മുൻനിരയിലുണ്ടായിരുന്ന ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഗാന്ധി ജയന്തി ദിനമായി നാം ആചരിക്കുന്നത്. ഗാന്ധിജിയുടെ സമര രീതി സത്യാഗ്രഹ സമരമായിരുന്നു. ഏറ്റവും കഠിനമായ സമയത്തും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചയാളാണ് ഗാന്ധിജി. സ്വന്തമായി നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ച് സസ്യാഹാരം മാത്രം കഴിച്ച് ജീവിച്ചയാളാണ് ഗാന്ധിജി. ഇന്ത്യയിൽ ആദ്യമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ചമ്പാരൻ സമരം. ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റ് വരച്ച സമരവും ഇത് തന്നെയാണ്. മഹാത്മാ എന്ന് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധിജി സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചു. പിന്നീട് സബർമതി ആശ്രമമെന്ന് അറിയപ്പെടാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾക്കെതിരെ ഗാന്ധിജി പോരാടി. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ജയിൽവാസം അനുഭവിക്കേണ്ട വന്നു ഗാന്ധിജിക്ക്. ബ്രിട്ടീഷുകാർക്കെതിരെ നിയമലംഘന സമരങ്ങൾ നടത്തിയ ഗാന്ധിജി ബ്രിട്ടീഷ് ഭരണകൂടം ഉപ്പിന് ചുമത്തി നികുതിക്കെതിരെ 1930 ഉപ്പു സത്യാഗ്രഹം നടത്തി. സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ യാത്രയിൽ കടപ്പുറത്ത് വെച്ചു ഉപ്പ് കുറുക്കി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടത്തി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ജനങ്ങൾക്ക് നൽകി. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു പിന്നിൽ ധീരദേശാഭിയുടെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1948 ജനുവരി 30 ഗോഡ്സെ എന്ന മതഭ്രാന്തനേറെ ഈ മഹാത്മാവ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. ഗാന്ധിയുടെ ആദർശങ്ങൾ കൈവിടാതെ നമുക്ക് മുന്നേറാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.